കേരളത്തിൽ ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാടത്തെ ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ആനന്ദ നൃത്തം വയ്ക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ UDF ആണ്. അതിന് കാരണം പ്രധാനമായിട്ട് പാലക്കാട്, വയനാട് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഭൂരിപക്ഷത്തെ ചൊല്ലി മാത്രമുള്ളായിരുന്നു ഒരു വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദം നടന്നിരുന്നത്. ഇപ്പുറത്ത് LDFന് അപ്പർ ഹാൻഡ് ഉള്ളതാണ്. അതുകൊണ്ട് LDFന് എതിരെ ഒരു അട്ടിമറി വിജയം അധികമാരും പ്രതീക്ഷിച്ചിരുന്നില്ല ചേലക്കരയിൽ. അതുകൊണ്ട് തന്നെ പാലക്കാട് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് വളരെ നിർണായകമായിരുന്നു. ഒരുപാട് വിവാദങ്ങൾ ഒക്കെ അരങ്ങേറിയ ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ പാലക്കാടിലെ വിജയമാണ് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിളക്കമാർന്ന വിജയമായിട്ട് മാറിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ശ്രീധരനുമായിട്ട് BJPയുടെ നേതാവല്ല BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീധരൻ മത്സരിച്ച സമയത്ത് വലിയ ഫൈറ്റാണ് നടന്നത്. 3000-ൽ പരം വോട്ടിനാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി പാലക്കാട് നിയമസഭാ മണ്ഡലം നിലനിർത്തിയത്. അതിനു മുമ്പ് നേരത്തെ 17,000-ൽ പരം വോട്ടിന് ഷാഫി ജയിച്ച മണ്ഡലമാണ്. അത് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോട്ട എന്ന പോലെ പിടിച്ചടക്കിയപ്പോൾ 18,000-ൽ പരം ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 1957 മുതൽ ഇതുവരെ ഇത്രയും ഭൂരിപക്ഷത്തിൽ പാലക്കാട് കോൺഗ്രസോ അല്ലെങ്കിൽ UDF ജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് പാലക്കാട് കൈവരിച്ചത്. ഒരുപക്ഷെ ഇലക്ഷന് ശേഷം തുറന്ന വാഹനത്തിൽ പോകുമ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീകണ്ഠനും അതുപോലെ തന്നെ അൻവർ സാദത്തൊക്കെ നൃത്തം വയ്ക്കുന്നത് കണ്ടാൽ തന്നെ, ഒപ്പം തന്നെ ആയിരക്കണക്കിന് അണികളും നൃത്തം വയ്ക്കുന്നത് അതിലവർ വിളിച്ചു പറയുന്നുണ്ട് അടുത്ത ഭരണം ഞങ്ങൾക്ക് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടത്തെ മത്സരം ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിരുന്നു. 3000 വോട്ടായതുകൊണ്ട് ഒരുപക്ഷെ അത് അട്ടിമറിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDFനും BJPക്കും ഒരുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ത്രികോണ മത്സരം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ വളരെ മുന്നേറി രാഹുൽ മാങ്കൂട്ടത്തിന് പോകാൻ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം, 57,000-ൽ പരം വോട്ട് നേടിയപ്പോൾ BJP രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് 39,000 വോട്ടുമായിട്ടാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയ CPMന് 37,000 വോട്ടാണ് ലഭിച്ചത്. ഒരുപക്ഷെ തോറ്റവർക്കും ഞങ്ങൾക്ക് ഒരുപാട് പിറകിലോട്ട് പോയില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ വിജയം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിന് 18,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയത് ഒരുപക്ഷെ മുഴുവൻ ആൾക്കാരെയും, കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒന്നും ഇത്രയും വലിയ വിജയം കണ്ടിരുന്നില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കാം, അല്ലെങ്കിൽ BJPയുടെ കൃഷ്ണകുമാർ ജയിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ഒരു പക്ഷേ അവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകിയിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും ഒരുപോലെ നിന്നു. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നു. ഒരുപാട് സംഭവവാസങ്ങൾ അതിനിടയിലുണ്ടായി. അതിനിടയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണം വന്നു. VD സതീശനും ഷാഫി പറമ്പിലും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടിയിൽ അതിൻ്റെ പൊട്ടിത്തെറിയുടെ ഭാഗമായി അവിടുത്തെ നേതാവായിരുന്ന P. സരിൻ പുറത്തു വന്നു. സരിൻ നാടകീയമായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ക്യാമ്പിനെ പോലും അമ്പരപ്പിച്ച നീക്കമായിരുന്നു അത്. പാലക്കാട് പാർട്ടിയുമായി ആലോചിച്ചില്ലെന്നുള്ള ആരോപണമൊക്കെ സരിൻ ഉന്നയിച്ചു. എന്തായാലും സരിൻ്റെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ ഉണർത്തി. ഇടതുപക്ഷം തന്ത്രപരമായി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇടതുപക്ഷം നടത്തിയ വളരെ തന്ത്രപരമായ നീക്കം പാളിപ്പോയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കാരണം 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചില്ലറ ഭൂരിപക്ഷമല്ല. എന്ന് മാത്രമല്ല BJPക്കും വലിയ തിരിച്ചടി കിട്ടി. BJP പാലക്കാട് നഗരസഭയിൽ അവർക്ക് കൃത്യമായി ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷം നൽകിയതാണ്. 7,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് കടന്നു കയറി പാലക്കാട് മുനിസിപ്പാലിറ്റിയിലായാലും മറ്റ് പഞ്ചായത്തുകൾ ഒരുപോലെ എല്ലാ പഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുന്നേറ്റമുണ്ടായി. ഒരുപാട് വിവാദങ്ങളുണ്ടായി. സരിൻ പോയി അവിടെ സ്ഥാനാർത്ഥിയായെന്ന് മാത്രമല്ല, ട്രോളി വിവാദം ഇതേ ചുറ്റിപ്പറ്റിയുണ്ടായി. ട്രോളിയിൽ പൈസ കൊണ്ടുവന്ന് കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് CPM ഉയർത്തിയ ആരോപണം വലിയ രീതിയിൽ കത്തിപ്പിടിക്കുകയും അതിനെതിരായിട്ട്
താൻ പൈസ കൊണ്ടുവന്നിട്ടില്ല, അത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം നടത്തിയ ശ്രമമാണ്, ട്രോളി ബാഗ് തന്നെ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് ഇതിൽ പൈസ ഉണ്ടോയെന്ന് നോക്കിക്കോളൂ. പക്ഷേ ആ ആരോപണം വേണ്ട വിധത്തിൽ ഏറ്റില്ലെന്ന് മാത്രമല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായി മാറിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് പാലക്കാട് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടത്തെ മത്സരത്തിൻ്റെ വിജയത്തിന് ഇത്രയേറെ തിളക്കമുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് വി.ഡി. സതീശന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യമാണ്. ഷാഫി പറമ്പിൽ അവിടെ MLA എന്ന നിലയിൽ അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് കൂടുതൽ ശ്രമിച്ചതും അദ്ദേഹത്തിന് അഭിമാനിക്കാൻ കഴിയും. ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനം സുപ്രഭാതത്തിലും സിറാജിലും, അത് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങളാണ്, അതിൽ സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം വന്നിരുന്നു. അതേ ചൊല്ലിയും വാദപ്രതിവാദങ്ങളുണ്ടായി. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നേടാൻ വേണ്ടി CPM നടത്തിയ ഹീനമായ പ്രവൃത്തി എന്നാണ് കോൺഗ്രസും UDFും ആരോപിച്ചത്. അത് വേണ്ടത്ര ന്യൂനപക്ഷങ്ങളിൽ കടന്നു ചെന്ന് വോട്ടുണ്ടാക്കാൻ ആ നീക്കം കൊണ്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, തിരിച്ചടിയാവുകയും ചെയ്തു. ഒരുപക്ഷെ CPMും ഇടതുപക്ഷവും പാലക്കാട് നടത്തിയ തന്ത്രങ്ങൾ ഏറ്റില്ലെന്ന് മാത്രമല്ല, ആ തന്ത്രങ്ങൾ ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും UDFനും കോൺഗ്രസിനും അനുകൂലമായി മാറിയെന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം സൂചിപ്പിക്കുന്നത്. പക്ഷേ പാലക്കാട് ഇതാണ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത് കിടക്കുന്ന ചേലക്കരയിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞുവെന്ന് LDFന് അവകാശപ്പെടാം. ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പിണറായി വിജയന്, മുഖ്യമന്ത്രിക്ക്, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിജയം അവിടെ UR പ്രദീപ്, അദ്ദേഹം ജനകീയനായിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് കാൻഡിഡേറ്റ് സെലക്ഷൻ അവർ നടത്തി. ഇത് മാത്രമല്ല, അത് ഒരു തരത്തിൽ ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. സമീപകാലത്തൊന്നും അവിടെ കോൺഗ്രസിനോ UDFനോ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ പലതവണ അവിടെ നിന്ന് ജയിച്ചു വന്നതാണ്. അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോയതിനെ തുടർന്നാണ്, അദ്ദേഹത്തിൻ്റെ ആലത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. അങ്ങനെയാണ് UR പ്രദീപ് സ്ഥാനാർത്ഥിയായത്. UR പ്രദീപിനെതിരെ K. രാധാകൃഷ്ണനെയൊക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രാധാകൃഷ്ണനെതിരാണെന്നൊക്കെ ആരോപണം പറഞ്ഞിരുന്നു. പക്ഷേ രാധാകൃഷ്ണൻ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എതിരല്ലെന്ന് മാത്രമല്ല, 10,000-നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് പ്രദീപ് ജയിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പറഞ്ഞ പോലെ തന്നെ 12,000-ൽ പരം വോട്ടിന് വിജയിച്ചു. കഴിഞ്ഞ തവണ ലോക്സഭയിൽ രാധാകൃഷ്ണന് ലഭിച്ച 5,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അത് പിന്നെ സ്വാഭാവികമാണ്. കോൺഗ്രസിനും UDFനും അനുകൂലമായ ട്രെൻഡാണ് അടുത്ത കാലത്തുള്ള ലോക്സഭ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞു പോയതിൽ അത്ഭുതമില്ല. ഇതിന് രമ്യ ഹരിദാസാണ് അവിടെ മത്സരിച്ച് 2ാം സ്ഥാനത്തായി പോയത്. രമ്യ ഹരിദാസ് ലോക്സഭയിലും മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. രമ്യ പറഞ്ഞൊരു വാദം, നേരത്തെ അവിടെ ഏതാണ്ട് 39,000-39,000-ൽ പരം വോട്ടിന് രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലമാണ്. അവിടെ നിന്ന് 12,000-ആയിട്ട് ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് തങ്ങളുടെ നേട്ടമാണെന്ന് അവർ അവകാശപ്പെടുന്നു. എന്തൊക്കെ പറഞ്ഞാലും ചേലക്കരയിൽ 12,000 വോട്ടിന് ജയിച്ചു എന്നുള്ളത് ഇടതുപക്ഷത്തിന് ആശ്വാസ വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്ന ചെറിയ ഒരു സൂചികയുണ്ട്. അതെങ്ങനെ വരുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. തൃക്കാക്കരയിൽ PT തോമസ് അന്തരിച്ചപ്പോൾ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയതമ ഉമാ തോമസ് 36,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം പുതുപ്പള്ളി മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ഏതാണ്ട് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതിൻ്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അപ്പോൾ പൊതുവേ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ റെക്കോർഡ് വിജയം നേടുന്നൊരു അവസ്ഥയുണ്ടായിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസ് മുന്നണി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അതിദയനീയമായി പിണറായി വിജയൻ്റെ ഇടതു മുന്നണിയോട് തോറ്റ ചരിത്രം ഇവിടെയുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും രണ്ടാണ്. ഉപതെരഞ്ഞെടുപ്പിലെ വിജയം വെച്ചുകൊണ്ട് മാത്രം കോൺഗ്രസോ പ്രതിപക്ഷ മുന്നണിയോ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കാനാവില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പ്രതിപക്ഷം തീർച്ചയായിട്ടും പറയും പാലക്കാട്ടത്തെ വിജയവും ഇവിടെ ഭൂരിപക്ഷം വയനാട് കൂടിയതും പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ്, ഭരണവിരുദ്ധ വികാരമാണെന്ന് തീർച്ചയായിട്ടും പ്രതിപക്ഷം പറയും. എന്നാൽ ചേലക്കരയിൽ ജയിച്ചതും അതുപോലെ തന്നെ പാലക്കാട് തോറ്റെങ്കിലും അവിടെ 1,500 വോട്ട് ഇടതുപക്ഷത്തിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്.
ഇപ്പോൾ സരിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് തെറ്റായ നീക്കമല്ല. വോട്ടിൻ്റെ എണ്ണത്തിൽ കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ തോതിലെങ്കിലും കൂടുതലായിട്ട് നേടാൻ കഴിഞ്ഞുവെന്ന് അവർക്ക് അവകാശപ്പെടാം. ഇതിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്കാണ്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇ ശ്രീധരന് കിട്ടിയിരുന്നു. ആ ഇതാണ് തിരിച്ച് പോയിരിക്കുന്നത്. അത് സംഭവിച്ചിരിക്കുന്നത് 50,000-ൽ നിന്ന് 39,000-ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. 11,000 വോട്ട് ബി ജെ പിക്ക് നഷ്ടമായി. അവരുടെ കൊത്തളങ്ങളിലൊക്കെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേട്ടമുണ്ടാക്കി. അതുകൊണ്ട് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് പൊതുവെ നഷ്ടക്കച്ചവടമാണ്. അവർക്ക് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് കുറഞ്ഞു, ചേലക്കരയിലും അവരുടെ വോട്ട് കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉയർത്തുന്നത് ബി ജെ പി അടങ്ങുന്ന NDA സഖ്യത്തിന് കേരളത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പൂരൻ കലക്കൽ വിവാദമൊക്കെ ഉയർന്നിട്ടും വലിയ രീതിയിൽ വിജയിക്കാനും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാനും കഴിഞ്ഞതിൻ്റെ നേട്ടത്തിലിരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം. കെ സുരേന്ദ്രനും നേതൃത്വത്തിനും ഒരു വീണ്ടും വിചാരത്തിന് സമയമായിരിക്കുന്നു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലുള്ളൊരു വക്താവ്, വളരെ പ്രശസ്തനായിട്ടുള്ള അവരുടെ നേതാവ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തത് ഒരു തരത്തിൽ ബി ജെ പിക്ക് സിംബോളിക്കായിട്ടെങ്കിലും വലിയ ക്ഷീണം ആയിട്ട് മാറി എന്നതിൻ്റെ സൂചന കൂടിയാണ് പാലക്കാടിലെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.